Hi students, once again welcome back to EduSpring classes. Today we discuss ledger. ഇപ്പോൾ ലെഡ്ജറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ ഒരു പ്രോബ്ലം ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാം. മിസ്റ്റർ വർമ്മ commenced business on 1st July 2004 with rupees 15,000. 15,000 രൂപ മുതൽ മുടക്കിക്കൊണ്ട് മിസ്റ്റർ വർമ്മ ബിസിനസ് 2004 ജൂലൈ 1 ആരംഭിച്ചു. ഹിസ് ട്രാൻസാക്ഷൻ ഫോർ ദി മന്ത് ഓഫ് ജൂലൈ ആർ ഗിവൺ ബിലോ. അദ്ദേഹത്തിൻ്റെ ജൂലൈ മാസത്തിലെ ട്രാൻസാക്ഷനാണ് ഇവിടെ നൽകാൻ പോകുന്നത്. 2004 ജൂലൈ 1 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് സാധനങ്ങൾ വാങ്ങിയത് 5,600 രൂപ. ജൂലൈ 4 സോൾഡ് ടു ഗോപാൽ ഗുഡ്സ്. ഗോപാലിന് സാധനങ്ങൾ വിറ്റത് 3,100 രൂപ. ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. ജൂലൈ 10 ബോട്ട് ഗുഡ്സ് ഫ്രം രവി. രവിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി. ഇത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്, 2,400 രൂപ. ഇനി 12th ആണ്, ജൂലൈ 12 സോൾഡ് ടു രാജൻ ഗുഡ്സ് ഫോർ ക്യാഷ് 2,500. 2,500 രൂപ രാജന് സാധനങ്ങൾ ക്യാഷിനാണ് വിറ്റത്. ഇത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. ജൂലൈ 15 റാഷിദ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അസ്. റാഷിദ് നമ്മുടെ ബിസിനസ്സിൽ നിന്നും സാധനങ്ങൾ വാങ്ങി, മീൻസ് നമ്മൾ റാഷിദിന് സാധനം വിറ്റു. ഇതെന്നാണ് ക്രെഡിറ്റ് സെയിൽസാണ്. 2,400 രൂപ. ഇത് ക്രെഡിറ്റ് സെയിൽസാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളിൽ നിന്നും സാധനം വാങ്ങി മീൻസ് നമ്മൾ അങ്ങോട്ട് സാധനം വിറ്റു എന്നാണ്. ജൂലൈ 20 റെസീവ്ഡ് ക്യാഷ് ഫ്രം ഗോപാൽ. ഗോപാലിൽ നിന്നും ക്യാഷ് ലഭിച്ചു, 1,600 രൂപ. ജൂലൈ 21 റെസീവ്ഡ് ക്യാഷ് ഫ്രം റാഷിദ്. റാഷിദിൽ നിന്നും ക്യാഷ് ലഭിച്ചു 1,000. 25 പെയ്ഡ് ടു രവി ഓൺ അക്കൗണ്ട്, 1,500 രൂപ. 27 റെസീവ്ഡ് ക്യാഷ് ഫ്രം റാഷിദ്. റാഷിദിൽ നിന്നും ക്യാഷ് ലഭിച്ചു 1,400 രൂപ. അന്ന് തന്നെ മറ്റൊരു ട്രാൻസാക്ഷനാണ് ക്യാഷ് റെസീവ്ഡ് ഇൻ ആസ് കമ്മീഷൻ. കമ്മീഷനായിട്ട് ക്യാഷ് ലഭിച്ചത് 50 രൂപ. 28 പെയ്ഡ് ടു രവി ഓൺ അക്കൗണ്ട്. രവിക്ക് കൊടുക്കാനുള്ള എമൗണ്ടിലേക്ക് 600 രൂപ പെയ്ഡ് ചെയ്തു. പെയ്ഡ് സാലറീസ് ടു സ്റ്റാഫ്. സ്റ്റാഫിന് സാലറി കൊടുത്തു 2,500. പെയ്ഡ് റെൻ്റ് ഓഫ് ദ ഫാക്ടറി. ഫാക്ടറിയിലേക്കുള്ള റെൻറ്റ് നൽകി 2,000 രൂപ. വിഡ്രൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. വ്യക്തിഗത ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും പണം പിൻവലിച്ചത് ഡ്രോയിങ്സ് ആണ്, 1,500. 31 പെയ്ഡ് ഫോർ പോസ്റ്റേജ്. പോസ്റ്റേജ് എന്നാണ് പോസ്റ്റേജ് ചാർജ് 50 രൂപ. ഇനി ക്വസ്റ്റ്യൻ ആണ്, ജേർണലൈസ് ദ എബവ് ട്രാൻസാക്ഷൻ. ആദ്യം എന്ത് ചെയ്യണം, ഈ ട്രാൻസാക്ഷൻ മൊത്തം ജേർണലൈസ് ചെയ്യണം. പോസ്റ്റ് ദം ടു ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ദം. ഈ ലെഡ്ജർ അക്കൗണ്ട്സിന് എന്ത് ചെയ്യുക, പോസ്റ്റ് ദം ടു ലെഡ്ജർ അക്കൗണ്ട്സ്. ഈ ജേർണലുകളെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഓരോ അക്കൗണ്ട്സും ബാലൻസ് ചെയ്യേണ്ടതാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. സ്റ്റുഡൻസ്, ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്നാണ്, ഇതിൽ 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ജേർണലൈസ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷനൊക്കെ എന്ത് ചെയ്യുക, ജേർണലൈസ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ത്, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ജേർണലും പ്രിപ്പയർ ചെയ്യണം, അതുപോലെ ലെഡ്ജർ അക്കൗണ്ട് എന്ത് ചെയ്യണം, നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ്, ജേർണലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ബുക്സ് ഓഫ് മിസ്റ്റർ വർമ്മ. മിസ്റ്റർ വർമ്മയുടെ ബുക്സ് ആണ് ജേർണൽ. ഹെഡിങ് എന്താണ്, ജേർണൽ എന്നാണ്. ഇനി ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ കോളം, ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം, ഇത്രയും കോളംസ് ആണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. അതായത് എന്താണ്, ജൂലൈ 2004 ജൂലൈ. ഇവിടെ ഡേറ്റ് ആണ് എഴുതേണ്ടത്, 2004 ജൂലൈ.
ജൂലൈ 1 2004 ജൂലൈ 1 എന്താണ് മിസ്റ്റർ വർമ്മ കമൻസ്ഡ് ബിസിനസ് ഓൺ 1 ജൂലൈ 2004 വിത്ത് ₹15,000 15,000 രൂപ മുതൽ മുടക്കിയിട്ടാണ് മിസ്റ്റർ വർമ്മ ബിസിനസ് തുടങ്ങുന്നത്. ഇപ്പോൾ മൂലധനം ഇറക്കിക്കൊണ്ട് ക്യാഷ് ഇറക്കിക്കൊണ്ട് ബിസിനസ് തുടങ്ങുമ്പോൾ അവിടുത്തെ രണ്ട് ട്രാൻസാക്ഷൻ, ഈ ട്രാൻസാക്ഷനിലെ രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷുമാണ്, ഒന്ന് ക്യാപിറ്റലുമാണ്. എമൗണ്ട് എത്രയാണ്? 15,000 ആണ്. അപ്പൊ എൻട്രി എന്താണ് വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. എമൗണ്ട് എത്രയാണ്? 15,000. ഇവിടെയും 15,000. നരേഷൻ എന്താണ് വരുന്നത്? സ്റ്റാർട്ടഡ് ബിസിനസ്, സ്റ്റാർട്ടഡ് ബിസിനസ്, സ്റ്റാർട്ടഡ് ബിസിനസ് എന്നാണ് നരേഷൻ. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് ക്ലോസ് ചെയ്യാം. വേറെ ഈ പെർട്ടിക്കുലർ കോളം മാത്രമേ ഇവിടെ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഒന്നാമത്തെ എൻട്രി എഴുതി ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. ഇവിടെ പ്രത്യേകം പറയാനുള്ളത് ജേണൽ എൻട്രിയുടെ വീഡിയോസ് ഒക്കെ എന്നാണ്, ഇതിന് മുന്നത്തെ വീഡിയോസിൽ ജേണൽ എഴുതേണ്ട രീതി എന്നാണ് പ്രത്യേകം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജേണലിന്റെ കൂടുതൽ വിശദീകരണം ഇവിടെ നൽകുന്നില്ല. നിങ്ങൾ മുൻ വീഡിയോസ് കണ്ടെന്ത് ചെയ്യാം, ജേണൽ എങ്ങനെ എഴുതാം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ഇവിടെ ക്യാഷ് അക്കൗണ്ടിന്റെ എന്താണ് ലെഡ്ജർ ഫോളിയോ നമ്പർ 1 എന്ന് നൽകുന്നു. ഇനി തുടർന്ന് വരുന്ന എല്ലാ ക്യാഷ് അക്കൗണ്ടിനും നമ്മൾ 1 എന്ന് നമ്പർ നൽകേണ്ടതാണ്. ഇത് ലെഡ്ജർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്യാപിറ്റൽ, ക്യാപിറ്റൽ എന്നാണ് ഇനി 2 എന്ന് നമ്പർ നൽകുന്നു. അപ്പോൾ ക്യാഷിന് 1 എന്ന് നമ്പർ നൽകി, അതുപോലെ ക്യാപിറ്റൽ എന്നാണ് 2 എന്ന് നമ്പർ നൽകി. ഇനി തുടർന്ന് വരുന്ന മുഴുവൻ ക്യാപിറ്റലും 2 ആയിരിക്കും, തുടർന്ന് വരുന്ന മുഴുവൻ ക്യാഷും 1 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ആണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഒന്നാം തീയതി തന്നെ ജൂലൈ 1 തന്നെ ഒരു ട്രാൻസാക്ഷൻ കൂടി ഉണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷിന് സാധനങ്ങൾ വാങ്ങി. എൻട്രി എന്തായിരിക്കും? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇതിന് വിശദീകരണം ഇവിടെ നൽകുന്നില്ല. എമൗണ്ട് എത്രയാണ്? 5,600. ഇവിടെയും 5,600, 5,600 രൂപ. ഇനി നരേഷൻ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് എഴുതാം, ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇനി എന്താണ് ഇവിടെ ക്യാപിറ്റലിന് 2 എന്ന് നമ്മൾ നമ്പർ നൽകി കഴിഞ്ഞു. ഇനി പർച്ചേസിന് എന്താണ് 3 എന്ന് നമ്പർ നൽകുന്നു, 3. ഇനി ക്യാഷ്, ക്യാഷിന് ഓൾറെഡി ഇവിടെ എന്താണ് നമ്മൾ 1 എന്ന് നൽകിയതാണ്. അതുകൊണ്ട് തുടർന്ന് വരുന്ന മുഴുവൻ ക്യാഷിനും 1 എന്ന് തന്നെയാണ് നൽകേണ്ടത്. ഇപ്പൊ ക്യാഷിന് എന്താണ് 1, വേറെ അല്ല 1 എന്ന് നമ്പർ നൽകി. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. സോൾഡ് ടു ഗോപാൽ ഗുഡ്സ് 4-ാം തീയതിയാണ്, ജൂലൈ 4, ജൂലൈ 4th ജൂലൈ. എൻട്രി എന്താണ്? ഇവിടെ 4-ാം തീയതി ഗോപാലിന് സാധനങ്ങൾ വിൽക്കാണ്. ഗോപാൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, ഗോപാൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, ഗോപാൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, സെയിൽസ് അക്കൗണ്ട്, ഗോപാൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? സാധനങ്ങൾ എത്ര രൂപക്കാണ് വിറ്റിട്ടുള്ളത്? 3,100, 3,100. ഇവിടെയും 3,100. 3,100 ആണ് എമൗണ്ട്. ഇനി എന്താണ് ഗോപാൽ അക്കൗണ്ട്? ഇവിടെ 3 എന്ന് കൊടുത്തില്ലേ? നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 4 ആണ്. 4 എന്ന് കൊടുത്തു. ഇനി സെയിൽസ്, സെയിൽസിന് എന്താണ് നമ്മൾ 5 എന്നാണ് നമ്പർ കൊടുക്കുന്നു. സെയിൽസിന്റെ ലെഡ്ജർ ഫോളിയോ നമ്പർ എത്രയാണ്? 5 ആണ്. നരേഷൻ എന്താണ്? സോൾഡ് ഗുഡ്സ്, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ക്രെഡിറ്റിന് സാധനങ്ങൾ വിറ്റു. ഇതാണ് നരേഷൻ. അപ്പോൾ ജൂലൈ 4th ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്തു. ഇനി ജൂലൈ 10th ബോട്ട് ഗുഡ്സ് ഫ്രം രവി, രവിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി. ഇത് നാളൊരു ക്രെഡിറ്റ് പർച്ചേസ് ആണ്. നമ്മുടെ ക്യാഷ് ഒന്നും നൽകാത്തത് കൊണ്ട് അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. എൻട്രി എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു രവി. 10th ഡേറ്റ് പ്രത്യേകം എഴുതണം. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു രവി, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു രവി.
പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു രവി അക്കൗണ്ട് എമൗണ്ട് എത്രയാണ്? 2400. 2400 ഇതാണ് എൻട്രി. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു രവി അക്കൗണ്ട്. നരേഷൻ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ്. പർച്ചേസ്ഡ് ഗുഡ്സ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ജേണൽ എൻട്രി എഴുതുമ്പോഴാണ് നിങ്ങൾ കുറച്ചൊക്കെ ഐഡിയ ലോജിക് എന്ത് ചെയ്യണം, നിങ്ങൾ യൂസ് ചെയ്യണം. സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പർച്ചേസ് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും. സെയിൽസ് എപ്പോഴും എന്നാണ്, സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ സെയിൽസ് എപ്പോഴും ക്രെഡിറ്റിലായിരിക്കും. ചില ഐറ്റംസ് ഒക്കെ എപ്പോഴും ചില സമയത്ത് ഡെബിറ്റിൽ മാത്രമായിരിക്കും, ചിലതൊക്കെ ക്രെഡിറ്റിൽ മാത്രമായിരിക്കും. ഇപ്പൊ സെയിൽസ് എന്നാണ് അങ്ങനത്തെ ഐറ്റമാണ്, എപ്പോഴും സെയിൽസ് ക്രെഡിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പർച്ചേസ് എന്നാണ് കൂടുതൽ സമയത്തും പിന്നെ ഡെബിറ്റ് ആയിരിക്കും. സാധനങ്ങൾ പിൻവലിക്കുമ്പോഴൊക്കെയാണ് പർച്ചേസ് ക്രെഡിറ്റിലേക്ക് വരുന്നത്. വാങ്ങുമ്പോഴൊക്കെ എന്നാണ് എപ്പോഴും പർച്ചേസ് ഇവിടെ ഡെബിറ്റ് തന്നെ ആയിരിക്കും. ഇനി പർച്ചേസ്, ഇവിടെ പർച്ചേസ് ഓൾറെഡി നമ്പർ ഇട്ടതാണ്. പർച്ചേസ് എത്രയാണ്? 3 ആണ് പർച്ചേസ്. പർച്ചേസിന് എന്താണ് 3 എന്ന് കൊടുത്തു. അത് തുടർന്ന് വരുന്ന എല്ലാ പർച്ചേസും 3 ആയിരിക്കും. ഇനി രവി എന്നാണ് ഇതുവരെ നമ്പർ കൊടുത്തിട്ടില്ല, അതുകൊണ്ടെന്നാണ് രവി പുതിയൊരു അക്കൗണ്ട് ആണ്, അതുകൊണ്ടെന്നാണ് 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് 6 ആണ് നെക്സ്റ്റ്. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ആണ് ജൂലൈ 12 ആണ്. ജൂലൈ 12 ട്രാൻസാക്ഷൻ എന്താണ്? സോൾഡ് ടു രാജൻ ഗുഡ്സ് ഫോർ ക്യാഷ്. രാജന് സാധനങ്ങൾ എന്നാണ് ക്യാഷിന് വിറ്റു, അതാണ് ട്രാൻസാക്ഷൻ. ഇവിടെ നിന്നാണ് ക്യാഷ് സെയിൽസ് ആണ് എൻട്രി. ക്യാഷ് സെയിൽസിന്റെ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 2500. അതുപോലെ തന്നെ 2500. എന്നിട്ട് എന്ത് ചെയ്യാം? നരേഷൻ എന്താണ്? ക്യാഷ് സെയിൽസ് ക്ലോസ് ചെയ്യാം. നരേഷൻ എഴുതി ക്ലോസ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം. ക്യാഷിന്റെ നമ്പർ എത്രയാണ്? ലെഡ്ജർ ഫോളിയോ നമ്പർ 1 തന്നെയാണ്. അതുപോലെ സെയിൽസിന്റെ നമ്പർ, സെയിൽസും നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പൊ സെയിൽസിന്റെ നമ്പർ എത്രയാണ്? 5 ആണ്. സെയിൽസ് 5. ഇപ്പൊ എൻട്രി എഴുതി, ലെഡ്ജർ ഫോളിയോ നമ്പർ കൊടുത്തു, 15 എന്നാണ് നമ്പർ. ഇനി നെക്സ്റ്റ് എന്നാണ് ജൂലൈ 15 ട്രാൻസാക്ഷൻ. റാഷിദ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അസ്. റാഷിദ് നമ്മുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങി. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ റാഷിദിന്, നമ്മുടെ ബിസിനസ് റാഷിദിന് സാധനങ്ങൾ എന്താണ്? വിറ്റു എന്നുള്ളതാണ്. ഇവിടെ സെയിൽസ് ആണ്. അത് എന്ത് സെയിൽസ് ആണ്? ക്രെഡിറ്റ് സെയിൽസ് ആണ്. കാരണം ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല, അത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസിന് എൻട്രി എന്താണ്? റാഷിദ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. റാഷിദ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. റാഷിദ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 2400. നരേഷൻ എന്നാണ് ക്രെഡിറ്റ് സെയിൽസ് എന്നാണ് നരേഷൻ. ഈ ഒരു ജേണൽ എന്താണ്? ക്ലോസ് ചെയ്തു, എൻട്രി ക്ലോസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ലെഡ്ജർ ഫോളിയോ നമ്പർ എന്താണ്? നൽകേണ്ടതാണ്. റാഷിദ് ഇവിടെ പുതിയൊരു അക്കൗണ്ട് ആണ്. റാഷിദ് എന്നുള്ളത് എന്താണ്? പുതിയൊരു അക്കൗണ്ട് ആണ്, അതുകൊണ്ടെന്നാണ്. ഇനി നെക്സ്റ്റ് നമ്പർ 7 ആണ്. 6 വരെ നേരത്തെ കൊടുത്തു കഴിഞ്ഞു. ഇനി 7ാമത്തെ നമ്പർ എന്താണ്? നമ്മൾ കൊടുത്തു. ഈ സെയിൽസിന് എത്രയാണ്? 5 തന്നെയാണ്. സെയിൽസിന് 5. തുടർന്ന് വരുന്ന എല്ലാ സെയിൽസും 5 ആയിരിക്കും. ഇനി 15 കഴിഞ്ഞു. ഇനി 15 കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? 20 ജൂലൈ 20 നെക്സ്റ്റ് ട്രാൻസാക്ഷൻ. എന്താണ് ട്രാൻസാക്ഷൻ? റിസീവ്ഡ് ക്യാഷ് ഫ്രം ഗോപാലിൽ നിന്നും ക്യാഷ് ലഭിച്ചു. ഇവിടെ ക്യാഷ് കൂടുന്നു, അതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ആണ്. അസറ്റ് കൂടുന്നത് കൊണ്ട് ക്യാഷ് എന്നാണ് ഡെബിറ്റ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗോപാൽ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗോപാൽ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗോപാൽ. എമൗണ്ട് എത്രയാണ് ലഭിക്കുന്നത്? എമൗണ്ട് 1600 ആണ്. 1600 രൂപ.
ഇവിടെയും 1600 രൂപ. നരേഷൻ എന്താണ്? ക്യാഷ് റിസീവ്ഡ്. ക്യാഷ് റിസീവ്ഡ്. ക്യാഷ് റിസീവ്ഡ് എന്നാണ് നരേഷൻ. എൻട്രി ക്ലോസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്പർ കൊടുക്കണം. ക്യാഷിന്റെ നമ്പർ എത്രയാണ്? 1 തന്നെയാണ്. അതുപോലെ തന്നെ ഗോപാൽ നേരത്തെ തന്നെ എന്താണ്? ഗോപാലിന്റെ അക്കൗണ്ട് ഫസ്റ്റ് ട്രാൻസാക്ഷൻ തന്നെ എന്താണ്? ഗോപാലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ എൻട്രി എന്താണ്? അതായത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ അല്ല, ജൂലൈ 4 ഗോപാൽ അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് വരുന്നത്. അപ്പൊ അതിനെന്താണ്? ഗോപാലിന് നമ്മൾ കൊടുത്ത നമ്പർ 4. ഗോപാലിന് നമ്മൾ എന്താണ് നേരത്തെ നൽകിയത് 4. അതുകൊണ്ട് ഇവിടെയും നമ്മൾ 4 നൽകുന്നു. അപ്പൊ 20ാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി എന്താണ്? 21ാമത്തെ ട്രാൻസാക്ഷൻ ആണ് റിസീവ്ഡ് ക്യാഷ് ഫ്രം റാഷിദ്. 21, അതായത് റാഷിദിൽ നിന്നും ക്യാഷ് ലഭിച്ചു. റിസീവ്ഡ് ക്യാഷ് ഫ്രം റാഷിദ്. റാഷിദിൽ നിന്നും ക്യാഷ് ലഭിച്ചു. ക്യാഷ് ലഭിക്കുമ്പോൾ എപ്പോഴൊക്കെ ക്യാഷ് ലഭിക്കുന്നോ അപ്പോഴൊക്കെ ക്യാഷ് ഡെബിറ്റ് ആയിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് ആണ്, ക്യാഷ് ലഭിക്കുകയാണെങ്കിലോ ക്യാഷ് ഡെബിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു റാഷിദ്. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു റാഷിദ്. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് വരുന്നത് 1000 ആണ്. 1000. അതുപോലെ 1000. റിസീവ്ഡ് ക്യാഷ്. നരേഷൻ എന്താണ്? റിസീവ്ഡ് ക്യാഷ്. ഇനി എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം. ക്യാഷ് നമ്പർ എത്രയാണ്? 1 തന്നെയാണ്. അതുപോലെ റാഷിദിന്റെ നമ്പർ എത്രയാണ്? 7 ആണ്. 7. റാഷിദിന്റെ എത്രയാണ്? 7 ആണ്. ഇത്രയും എന്താണ്? ഇനി നെക്സ്റ്റ് ജൂലൈ 25 ആണ്. ഇവിടെ സ്പേസ് ഇല്ല. ഈ നെക്സ്റ്റ് 25 ആണ്. 25 ജൂലൈ 25. ജൂലൈ 25 ട്രാൻസാക്ഷൻ എന്താണ്? പേഡ് ടു രവി ഓൺ അക്കൗണ്ട്. രവിക്ക് കൊടുക്കാനുള്ള സംഖ്യയിലേക്ക് എത്ര കൊടുത്തു? 1500 രൂപ നൽകി. 1500 രൂപ എന്നാണ് രവിക്ക്. 1500. അപ്പൊ എൻട്രി എന്താണ് വരുന്നത്? രവിക്ക് ക്യാഷ് പേയ്മെന്റ് അല്ലേ? ക്യാഷ് പേയ്മെന്റ് ആകുമ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ആയിരിക്കും. രവി അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. രവി അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 1500 രൂപ. 1500 രൂപ. 1500 രൂപ. ഇതാണ്. എന്താണ്? പേഡ് ടു രവി. നരേഷൻ പേഡ് ടു രവി. രവിക്ക് നൽകി. പേഡ് ടു രവി. എന്ത് ചെയ്യാം? എൻട്രി ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം? ലെഡ്ജർ ഫോളിയോ നമ്പർ കൊടുക്കണം. രവിയുടെ നമ്പർ എത്രയാണ്? രവി നേരത്തെ ഒരു പ്രാവശ്യം വന്നതാണ്. അതുകൊണ്ട് നമ്പർ എന്താണ്? രവിയുടെ നമ്പർ 6 ആണ്. 6. അതുപോലെ ക്യാഷിൻ്റെത് 1 തന്നെയാണ്. ക്യാഷിൻ്റെത് 1 തന്നെയാണ്. ഈ 25 കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? 27th ആണ്. റിസീവ്ഡ് ക്യാഷ് ഫ്രം റാഷിദ്. 27th റിസീവ്ഡ് ക്യാഷ് ഫ്രം റാഷിദ്. റാഷിദിൽ നിന്നും ക്യാഷ് ലഭിച്ചു. ക്യാഷ് റിസീവ് ചെയ്യാണ്. അതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ആണ്. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു റാഷിദ്. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു റാഷിദ്. ക്യാഷ് റിസീവ്ഡ്. നരേഷൻ എന്താണ്? ക്യാഷ് റിസീവ്ഡ്. ക്യാഷ് റിസീവ്ഡ് എന്നാണ് നരേഷൻ. എൻട്രി ക്ലോസ് ചെയ്തു. ഇനി എമൗണ്ട് എത്രയാണ്? എത്ര എമൗണ്ട് ആണ് റിസീവ് ചെയ്തത്? 1400 രൂപയാണ്. 1400 രൂപ. 1400 രൂപ. ഇവിടെയും 1400 രൂപ. ക്യാഷ് റിസീവ്ഡ് ഫ്രം റാഷിദ്. എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം. ക്യാഷിന്റെ എത്രയാണ്? 1 തന്നെയാണ്. ഈ റാഷിദിന്റെ അക്കൗണ്ട് നമ്പർ എത്രയാണ്? റാഷിദിന്റെ അക്കൗണ്ട് നമ്പർ 7 ആണ്. 7.
ഇനി 27th തന്നെ ഒരു ട്രാൻസാക്ഷൻ കൂടിയുണ്ട്. 27th എന്താണ്, 2 ട്രാൻസാക്ഷൻ ഉണ്ട്. ആ ട്രാൻസാക്ഷൻ എന്താണ്? ആ ട്രാൻസാക്ഷൻ ക്യാഷ് റിസീവ്ഡ് ഇൻ ആസ് കമ്മീഷൻ, കമ്മീഷനായിട്ട് ക്യാഷ് ലഭിച്ചു. എത്ര രൂപയാണ് ലഭിച്ചത്? 50 രൂപ. അപ്പൊ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ. ക്യാഷ് ഡെബിറ്റ് ആണ്, കാരണം എന്താണ്? ക്യാഷ് ലഭിക്കാണ്. ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ. കമ്മീഷൻ എന്നുള്ള ഒരു ഇൻകം ആണ്, അതുകൊണ്ടാണ് ഇത് ക്രെഡിറ്റ് വരാനുള്ള കാരണം. ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ 50 rupees, 50 രൂപ. 50 രൂപ. റിസീവ്ഡ് കമ്മീഷൻ, നരേഷൻ എന്താണ്? റിസീവ്ഡ് കമ്മീഷൻ, കമ്മീഷൻ ലഭിച്ചു. ഇതിനെന്താണ്? ക്ലോസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ലെഡ്ജർ ഫോളിയോ നമ്പർ കൊടുക്കണം. ഇവിടെ 1 നമ്പർ. ഈ കമ്മീഷൻ ഇതുവരെ വന്നിട്ടുണ്ടോ? കമ്മീഷൻ ആദ്യമായിട്ടാണ് വരുന്നത്. കമ്മീഷന്റെ നമ്പർ എടുക്കേണ്ടത് എത്രയാണ്? പുതിയൊരു നമ്പർ നൽകേണ്ടതാണ്. ഇതുവരെ 7 നമ്പർ എത്തിയത്. ഇനി 8ാമത്തെ നമ്പറാണ് കമ്മീഷന് കൊടുക്കുന്നത്. അപ്പം ലെഡ്ജർ ഫോളിയോ നമ്പർ 8 വരെ എത്തി. 27th കഴിഞ്ഞു. ഈ 28th പെയ്ഡ് ടു രവി ഓൺ അക്കൗണ്ട്. രവിക്ക് എന്താണ്? വീണ്ടും ക്യാഷ് കൊടുത്തു. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ക്യാഷ് ഇങ്ങനെ ഗഡുക്കളായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്? രവിക്ക് ക്യാഷ് കൊടുക്കല്ലേ? ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ആയിരിക്കും. രവി അക്കൗണ്ട് ടു ക്യാഷ്, രവി അക്കൗണ്ട് ടു ക്യാഷ്, രവി അക്കൗണ്ട് ടു ക്യാഷ്. എമൗണ്ട് എത്രയാണ്? രവിക്ക് എത്ര എമൗണ്ട് ആണ് കൊടുത്തത്? 600 ആണ്. ഇവിടെയും 600. പെയ്ഡ് ടു രവി, നരേഷൻ പെയ്ഡ് ടു രവി, പെയ്ഡ് ടു രവി. ഇനി രവി എന്താണ്? രവി നേരത്തെ കണ്ടോ? രവിയുടെ നമ്പർ 6 ആണ്. ഇനി തുടർന്ന് വരുന്ന രവിയൊക്കെ 6 ആയിരിക്കും. രവി അക്കൗണ്ട് 6 ആണ്. അതുപോലെ ക്യാഷ് അക്കൗണ്ട് 1 ആണ്. ലെഡ്ജർ ഫോളിയോ ഒരു അക്കൗണ്ടിന് ഒരു നമ്പറേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും 1 വരാനുള്ള കാരണം. ഇപ്പൊ 28th വരെ ആയി. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ആണ്. ഏതാണ്? സ്പേസ് എന്നാണ്, ഇവിടെ ഇല്ല. ഇനി 28th കഴിഞ്ഞു. 29th ആണ് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ. 29th 29 ജൂലൈ 29. ട്രാൻസാക്ഷൻ എന്താണ്? പെയ്ഡ് സാലറീസ് ടു സ്റ്റാഫ്. സ്റ്റാഫിന് എന്താണ്? സാലറി കൊടുത്തു. അപ്പോൾ ക്യാഷ് കൊടുക്കല്ലേ? ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷ് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ സാലറി അക്കൗണ്ട് ടു ക്യാഷ്, സാലറി അക്കൗണ്ട് ടു ക്യാഷ്. സാലറി എന്നുള്ളത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും. പെയ്ഡ് സാലറി, നരേഷൻ എന്താണ്? പെയ്ഡ് സാലറി, നരേഷൻ പെയ്ഡ് സാലറി. ക്ലോസ് ചെയ്തു. ഇനി എമൗണ്ട് എത്രയാണ്? സാലറി എമൗണ്ട് 2500 രൂപയാണ്. 2500. അതുപോലെ 2500. അപ്പോൾ ഇതുവരെ നമ്മളെന്താണ് നമ്പർ കൊടുത്തിട്ടുള്ളത്? 8 വരെയാണ്. ഇനി സാലറിയുടെ നമ്പർ എത്രയാണ്? 9 ആണ്. 9 ആണ്. അതുപോലെ ക്യാഷിൻ്റെത് 1 ആണ്. സാലറിയുടേത് 9, ക്യാഷിൻ്റെത് എന്താണ്? 1 ആണ്. ഈ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ജൂലൈ 30 ആണ്. ജൂലൈ 30 ട്രാൻസാക്ഷൻ എന്താണ്? പെയ്ഡ് റെന്റ് ഓഫ് ഫാക്ടറി. ഫാക്ടറി റെന്റ് എന്നാണ് നൽകി. അപ്പൊ അതൊരു പേയ്മെന്റ് ആണ്. പേയ്മെന്റ് ആകുമ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ആയിരിക്കും. റെന്റ് എന്നുള്ളത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും. ഇപ്പൊ റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്, റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്, റെന്റ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. റെന്റ് പെയ്ഡ്, നരേഷൻ എന്താണ്? റെന്റ് പെയ്ഡ്, റെന്റ് നൽകി, റെന്റ് പെയ്ഡ്. ക്ലോസ് ചെയ്തു. എത്രയാണ് റെന്റ് കൊടുത്തത്? 2000 രൂപയാണ്. 2000 rupees. 2000 ഇവിടെ എന്താണ്? 2000. ഇനി എന്ത് ചെയ്യണം? ലെഡ്ജർ ഫോളിയോ നമ്പർ ക്യാഷിന്റെ 1 തന്നെയാണ്. ഇനി റെന്റ് അക്കൗണ്ട് ഇതുവരെ വന്നിട്ടില്ല. പുതിയൊരു ഐറ്റം ആണ്, പുതിയൊരു അക്കൗണ്ട് ആണ്. അതുകൊണ്ടാണ് അതിന് 10 എന്ന് നമ്പർ കൊടുത്തു. ഇനി 30 കഴിഞ്ഞു. ഇനി 30 തന്നെ വേറൊരു ട്രാൻസാക്ഷൻ കൂടിയുണ്ട്. അന്ന് തന്നെ മറ്റൊരു ട്രാൻസാക്ഷൻ ഉണ്ട്. ട്രാൻസാക്ഷൻ എന്താണ്? വിഡ്രീവ് ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എന്താണ്? ക്യാഷ് പിൻവലിച്ചു. പേഴ്സണൽ യൂസിന് വേണ്ടി ക്യാഷ് പിൻവലിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് പറയുന്നത്? ഡ്രോവിങ്സ് അക്കൗണ്ട് എന്നാണ്. എൻട്രി എന്താണ്? ഡ്രോവിങ്സ് അക്കൗണ്ട് ടു ക്യാഷ്.
ഡ്രോവിംഗ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ഡ്രോവിംഗ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ഡ്രോവിംഗ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ക്യാഷിൻ്റെത് 1 ഡ്രോവിങ്സ് പുതിയ ഐറ്റമാണ്, അതുകൊണ്ട് 11 എന്നതാണ് നമ്മൾ നമ്പർ കൊടുത്തു. പേഴ്സണൽ വിഡ്രോവൽ. പേഴ്സണൽ വിഡ്രോവൽ. പേഴ്സണൽ വിഡ്രോവൽ. ഒരു പേഴ്സണൽ വിഡ്രോവൽ ആണ്, നരേഷൻ കൊടുത്തു. അല്ലെങ്കിൽ വിഡ്രി ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. ഇനി എന്താണ് എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 1500 ആണ്. 1500. ഇവിടെയും 1500 എന്നാണ് നമ്പർ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ ആണ്. ഇനി ലാസ്റ്റ് ട്രാൻസാക്ഷൻ 31 ജൂലൈ 2004 2014 ജൂലൈ 31 പെയ്ഡ് ഫോർ പോസ്റ്റേജ്. അതൊരു എക്സ്പെൻസ് ആണ്, പോസ്റ്റേജ് എന്നുള്ളത്. എക്സ്പെൻസ് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും, അതുകൊണ്ട് പോസ്റ്റേജ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ഇതൊക്കെ നൽകുന്നത് ക്യാഷ് ആയിട്ടാണ്. പോസ്റ്റേജ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. പെയ്ഡ് ഫോർ പോസ്റ്റേജ്. നരേഷൻ എന്താണ്? പെയ്ഡ്. പെയ്ഡ് പറഞ്ഞാൽ കൊടുത്തു. പെയ്ഡ് ഫോർ പോസ്റ്റേജ്. പെയ്ഡ് ഫോർ പോസ്റ്റേജ്, അതാണ് നരേഷൻ. ഇനി എന്താണ് പോസ്റ്റേജ് എന്നുള്ളത്? പുതിയൊരു അക്കൗണ്ട് ആണ്, ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് അതിന് 12 എന്ന് കൊടുത്തു. ക്യാഷ് എന്താണ്? ക്യാഷിന് നേരത്തെ 1 കൊടുത്തത്. അതിന്റെ എമൗണ്ട് 50 രൂപ. ഇവിടെയും 50 രൂപ. ഇതോടുകൂടി എന്താണ്? ഇതോടുകൂടെ നമ്മുടെ ജേണൽ എൻട്രി കഴിഞ്ഞു. ജേണൽ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യാം. ജേണൽ ക്ലോസ് ചെയ്തു. ഇത്രയുമാണ് ജേണൽ. ഈ ജേണലിലുള്ള ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കുക, ടോട്ടൽ 12 ഐറ്റംസ് ആണുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള 12 ഐറ്റംസ് ആണ് ഇവിടെ ജേണലിലുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 12 ലെഡ്ജറുകൾ തയ്യാറാക്കണം. അതായത് ഫസ്റ്റ് എന്താണ്? ഒന്നാമത്തത് ക്യാഷ് അല്ലേ? ഒന്ന് ക്യാഷ് ഒക്കെ എന്താണ്? ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ക്യാഷ് മൊത്തം എന്താണ്? ഒന്നിട്ടത് കൊണ്ട് ക്യാഷ് ഒക്കെ സിമിലർ നാച്ചർ ആണ്. എല്ലാ ക്യാഷിനും എന്താണ്? സിമിലർ നാച്ചർ ആണ്. അതുകൊണ്ട് ക്യാഷ് ഒക്കെ 1 എന്ന ആ ഒരു ലെഡ്ജർ ഫോളിയോയിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ മാറ്റി ചെയ്തു. ഇങ്ങനെ 12 എന്താണ്? 12 ലെഡ്ജറുകൾ ഉണ്ടാക്കണം. 1 എന്നുള്ളതൊക്കെ എന്താണ്? ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുക. അതുപോലെ തന്നെ 2 എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം? അത് രണ്ടാമത്തെ ക്യാപിറ്റൽ അല്ലേ? 2 വരുന്നതൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാം. ഇനി 3 ഏതാണ് വരുന്നത്? 3 പർച്ചേസ് ആണ്. പർച്ചേസ് മൊത്തം 3 എന്ന് വരുന്ന പർച്ചേസ് മൊത്തം പർച്ചേസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാം. ഇങ്ങനെ 12 ലെഡ്ജേഴ്സ് എന്നാണ്. ഇവിടെ 12 അക്കൗണ്ടുകളുണ്ട്. 12 ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ലെഡ്ജേഴ്സ് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? അത് എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് അക്കൗണ്ട് എന്നുള്ള ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ 1 എന്നുള്ള അക്കൗണ്ട് ഏതാണ്? അത് ക്യാഷ് അല്ലേ? അപ്പൊ ആ ക്യാഷ് ആണ് ആദ്യമായിട്ട്, ക്യാഷ് അക്കൗണ്ട് ആണ് ആദ്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് ഒരു ലെഡ്ജർ. അതിനൊരു ഡേറ്റ് കോളം ഉണ്ടായിരിക്കും, പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ടായിരിക്കും, ജേണൽ ഫോളിയോ കോളം ഉണ്ടായിരിക്കും, എമൗണ്ട് കോളം. ഇങ്ങനെ ഒരു ഡെബിറ്റ് സൈഡ്. ഇതാണ് ഡെബിറ്റ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യും? DR എന്ന് സൂചിപ്പിക്കും. DR എന്ന് പറഞ്ഞാൽ ഡെപ്റ്റർ. ഇനി ഇവിടെ ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. ഇവിടെയും അതുപോലെ തന്നെ ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, അതുപോലെ ജേണൽ ഫോളിയോ, എമൗണ്ട്. ഇത് ക്രെഡിറ്റ് സൈഡ് ആണ്. അതുകൊണ്ട് ഇവിടെ CR ക്രെഡിറ്റേഴ്സ് എന്നതാണ് നമ്മൾ സൂചിപ്പിക്കുന്നു. ഇതാണ് ക്രെഡിറ്റ് സൈഡ്. ഇനി എന്ത് ചെയ്യാം? ഇതിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ എഴുതിയ ജേണലിലുള്ള ക്യാഷ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും എന്ത് ചെയ്യണം? നമ്മൾ ഇവിടേക്ക് റെക്കോർഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നിങ്ങൾ നോക്കുക. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ. ഇവിടെ ക്യാഷ് എന്താണ്? ഡെബിറ്റ് അല്ലേ? ഇവിടെ ക്യാഷ്. കാരണം ഒരു ജേണലിൽ ആദ്യം ഡെബിറ്റ് എഴുതുന്നു, രണ്ടാമതാണ് ക്രെഡിറ്റ് എഴുതുന്നത്. 2 എന്ന് പറഞ്ഞ് എഴുതുന്നതൊക്കെ ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ എന്നാണ് എൻട്രി. ഇവിടെ ക്യാഷ് എന്നാണ്, ഡെബിറ്റ് ആണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. എവിടെയാണ് എഴുതേണ്ടത്? ക്യാഷ് ഡെബിറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ടു ക്യാപിറ്റൽ. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ടു ക്യാപിറ്റൽ എന്നാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ടു ക്യാപിറ്റൽ.
ടു ക്യാപിറ്റൽ. എമൗണ്ട് എത്രയാണ്? 15,000 രൂപ. 15,000 രൂപ. ഡേറ്റ് എന്നാണ്? ജൂലൈ 1, 2004 ജൂലൈ 1 ടു ക്യാപിറ്റൽ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പറയാം. ഒന്നാമത്തെ എൻട്രി ആണ് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ. ഇവിടെ ക്യാഷ് എന്നുള്ളത് എന്താണ്? ഡെബിറ്റ് ആണ്. കണ്ടോ നിങ്ങൾ? ക്യാഷ് എന്നുള്ളത് ഡെബിറ്റ് ആണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് എഴുതിയത്. ഓപ്പോസിറ്റ് ഉള്ള ക്യാപിറ്റലാണ് എഴുതേണ്ടത്. കാരണം ഇത് ക്യാഷ് അക്കൗണ്ട് ആണ്. ഈ ക്യാഷ് അക്കൗണ്ടിൽ ഇവിടെ കൊണ്ടുപോയി നമുക്ക് ക്യാഷ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്യാഷിന്റെ ഓപ്പോസിറ്റ് ഉള്ള ക്യാപിറ്റൽ ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്? നമ്മുടെ ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ ആയിട്ട് 1,500 രൂപ ബിസിനസ്സിലേക്ക് വന്നു എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി എന്ത് ചെയ്യാം? ഇനി 1 എന്നുള്ള ട്രാൻസാക്ഷൻ എന്നാണ് എവിടെ ഉള്ളത് നോക്കാം. അപ്പോൾ 1 എന്നുള്ള ട്രാൻസാക്ഷൻ എന്താണ്? ഇപ്പൊ രണ്ടാമത്തെ ജൂലൈ 2 എന്താണ്? അതിൽ ക്യാഷ് ഉണ്ട്. കണ്ടോ നിങ്ങൾ? ജൂലൈ 2ാമത്തെ ട്രാൻസാക്ഷനിൽ എന്തുണ്ട്? ക്യാഷ് ഉണ്ട്. ക്യാഷ് എന്താണ്? അത് ക്രെഡിറ്റ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എന്നാണ്. ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇപ്പൊ ജൂലൈ 2 ജൂലൈ 2-ാം തീയതിയാണ്. ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ ഡേറ്റ് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? ആ ഒരു ജേണൽ എന്ത് ചെയ്യണം? ഇവിടേക്ക് പോസ്റ്റ് ചെയ്യണം. ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ്? ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓപ്പോസിറ്റ് ഉള്ള പർച്ചേസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇവിടേക്ക് എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത്? പർച്ചേസ് ആണ്. പർച്ചേസ് പർച്ചേസ് മനസ്സിലായല്ലോ? ക്യാഷ് എവിടെയാണോ നിൽക്കുന്നത്? ക്രെഡിറ്റിലാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ. ഓപ്പോസിറ്റ് ഉള്ള എൻട്രി ആണ് ഇവിടേക്ക് വരേണ്ടത്. പർച്ചേസ്. എമൗണ്ട് എത്രയാണ്? 5,600 രൂപ. 5,600 രൂപ. ഇനി 1 വരുന്നത് 4ാമത്തെ ട്രാൻസാക്ഷനിൽ ക്യാഷ് വരുന്നുണ്ടോ? അതിൽ ക്യാഷ് വരുന്നില്ല. ഇനി 10-ാം തീയതി 10ാമത്തെ, അതായത് ജൂലൈ 10-നുള്ള ട്രാൻസാക്ഷൻ, അതിലും എന്താണ്? ക്യാഷ് വരുന്നില്ല. നിങ്ങൾ ലെഡ്ജർ ഫോളിയോ നമ്പറില്ലേ? ആ നമ്പറിലേക്ക് നോക്കിയാൽ മതി. 1 എവിടെയാണ് വരുന്നത്? അവിടേക്ക് ക്യാഷ് ഉണ്ടാകും. ഇനി 12 ജൂലൈ 12 നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടുത്തെ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് ആണ്. ഇവിടെ ക്യാഷ് കണ്ടോ നിങ്ങൾ? ക്യാഷ് ഡെബിറ്റിലാണ്. അതുകൊണ്ട് ഏത് സൈഡിലാണ് എഴുതേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓപ്പോസിറ്റ് ഉള്ള സെയിൽസ് എന്നാണ് എഴുതേണ്ടത്. ടു സെയിൽസ്. ടു സെയിൽസ്. എമൗണ്ട് എത്രയാണ്? ടു സെയിൽസ് എമൗണ്ട് 2,500 രൂപ. 2,500 രൂപ. ഡേറ്റ് എന്നാണ്? 12 ജൂലൈ 12 ടു സെയിൽസ് 15,000. ഒരിക്കലും എന്താണ്? ക്യാഷ് അക്കൗണ്ടിൽ വീണ്ടും ക്യാഷ് എന്ന് എഴുതാൻ പാടില്ല. ക്ലിയർ ആയല്ലോ? ഇനി അത് 12-ാം തീയതി കഴിഞ്ഞു. ഇനി എന്താണ്? 15 അവിടെ ക്യാഷ് ഇല്ല. ഇനി ജൂലൈ 20 അവിടെ ക്യാഷ് ഉണ്ട്. അവിടെ ക്യാഷ് എവിടെയാണ്? എന്താണ്? ഡെബിറ്റ് ആണ്. കണ്ടോ നിങ്ങൾ? അവിടെ ഡെബിറ്റ് ആണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഗോപാൽ. ടു ഗോപാൽ എന്നാണ് എഴുതേണ്ടത്. ഡേറ്റ് എന്നാണ്? ഡേറ്റ് 20 ജൂലൈ 20 ടു ഗോപാൽ. ഗോപാൽ എന്നുള്ളത് ക്രെഡിറ്റിലാണ്. ഗോപാൽ എവിടെയാണ് ഉള്ളത് എന്നല്ല നോക്കേണ്ടത്. ക്യാഷ് എവിടെയാണ് ഉള്ളത്? ക്യാഷ് ഡെബിറ്റിലാണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ടു ഗോപാൽ എമൗണ്ട് എത്രയാണ്? 1,600 രൂപ. ഇപ്പൊ 20 കഴിഞ്ഞു. 21 ക്യാഷ് ഉണ്ട്. അവിടെ ക്യാഷ് ഡെബിറ്റ് ആണ്. അതുകൊണ്ടെന്നാണ് ഡെബിറ്റിൽ എഴുതുന്നു. 21 ടു റാഷിദ്. ടു റാഷിദ് എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 1,000 രൂപ. എമൗണ്ട് 1,000 രൂപ. ഇനി 21 കഴിഞ്ഞു. ഇനി എന്താണ്? 21 കഴിഞ്ഞു. ഇനി 25 ക്യാഷ് ഉണ്ടോ? 25 ക്യാഷ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? 25 ഇവിടെ എഴുതാൻ കാരണം എന്താണ്? ഇവിടെ ക്യാഷ് എന്നാണ്? 25-ാം തീയതി ക്യാഷ് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ക്രെഡിറ്റിൽ എഴുതുന്നു. എന്താണ് എൻട്രി? രവി അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. അപ്പോ ക്യാഷിന്റെ ഓപ്പോസിറ്റ് രവിയാണ്. രവി അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. എമൗണ്ട് എത്രയാണ്? രവിയുടെ എമൗണ്ട് 1,500 രൂപ. അപ്പോൾ 25 കഴിഞ്ഞു. ഇനി 27 അതിലും ക്യാഷ് ഉണ്ട്. 27 എന്താണ്? ക്യാഷ് ഉണ്ട്. ക്യാഷ് അവിടെ ഡെബിറ്റ് ആണ്. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു റാഷിദ്. അവിടെ ക്യാഷ് എന്നാണ്? ഡെബിറ്റ് ആണ്.
ഓപ്പോസിറ്റ് റാഷിദാണ്. അപ്പോൾ എന്താണ് 27 റാഷിദ്, 27 ടു റാഷിദ്. അപ്പോൾ 27 ടു റാഷിദ് എമൗണ്ട് എത്രയാണ്? 1400 രൂപ, 1400 രൂപ. ഇനി ശ്രദ്ധിക്കുക, 27 തന്നെ ഒരു ട്രാൻസാക്ഷന് കൂടിയുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ, അവിടെയും ക്യാഷ് ഡെബിറ്റ് ആണ്. ഓപ്പോസിറ്റിലുള്ളത് എന്താണ്? കമ്മീഷൻ ആണ്. 27 ടു കമ്മീഷൻ, എമൗണ്ട് എത്രയാണ്? എമൗണ്ട് കമ്മീഷന്റെ എമൗണ്ട് 50 രൂപയാണ്. 27 കഴിഞ്ഞു. ഇനി 28 അതിൽ ക്യാഷ് ഉണ്ട്. രവി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, എൻട്രി എന്താണ്? രവി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇവിടെ ക്യാഷ് എന്നുള്ളത് ക്രെഡിറ്റ് ആണ്. 28 ക്യാഷ് ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഓപ്പോസിറ്റ് ഉള്ള രവി എന്നാണ് എഴുതുന്നത്. 28 രവി, 28 രവി. എമൗണ്ട് എത്രയാണ്? 600 രൂപ, 600 രൂപ. 28 കഴിഞ്ഞു. ഇനി എന്താണ്? 29 അതിനാണ് ജൂലൈ 29 സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇവിടെ ക്രെഡിറ്റ് ക്യാഷ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റിൽ എഴുതുന്നു. 29 ക്രെഡിറ്റിൽ എഴുതുന്നു. ഓപ്പോസിറ്റ് ഉള്ള സാലറി ആണ് എഴുതേണ്ടത്. സാലറി എമൗണ്ട് എത്രയാണ്? സാലറിയുടെ എമൗണ്ട് 2500 രൂപയാണ്, 2500 രൂപയാണ് 29 സാലറി. ഇനി നെക്സ്റ്റ് എന്നാണ് റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അവിടെ നിന്നാണ് ക്യാഷ് ക്രെഡിറ്റ് ആണ്. 30 ക്യാഷ് ക്രെഡിറ്റ് ആണ്. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് ആണ്. എമൗണ്ട് എത്രയാണ്? 2000 രൂപ. റെന്റ് 2000 രൂപ. ഇനി എന്താണ്? അടുത്തത് ഡ്രോവിങ്സ് ആണ്. അതായത് 30 തന്നെ ഒരു ട്രാൻസാക്ഷന് കൂടിയുണ്ട്. ഡ്രോവിങ്സിനും ക്യാഷ് ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റിൽ എഴുതുന്നു. ഓപ്പോസിറ്റ് ഉള്ള ഡ്രോവിങ്സ് എന്ന് എഴുതുന്നു. ഡ്രോവിങ്സ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ്? 1500 രൂപ, 1500 രൂപ. നെക്സ്റ്റ് എന്നാണ് പോസ്റ്റേജ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അവിടെയും ക്യാഷ് ക്രെഡിറ്റ് ആണ്. ക്യാഷ് എന്നാണ് അവിടെ ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? 31 ഓപ്പോസിറ്റിലുള്ള പോസ്റ്റേജ്. എമൗണ്ട് എത്രയാണ്? പോസ്റ്റേജ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ്? 50 രൂപ. ഇതാണ് ഒരു ക്യാഷ് അക്കൗണ്ട്. ഈ ക്യാഷ് അക്കൗണ്ട് കൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇത് ഡെബിറ്റ് സൈഡ് ആണ്. ക്യാഷ് ലഭിക്കുന്നതൊക്കെ ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്തത്. കണ്ടോ? ക്യാപിറ്റൽ ക്യാഷ് ലഭിച്ചതാണ്. സെയിൽസ് അതിൽ ക്യാഷ് ലഭിച്ചതാണ്. പിന്നെ ഈ ആളുകളൊക്കെ ക്യാഷ് തന്ന ആളുകളാണ്. പിന്നെ കമ്മീഷന്റെ വരുമാനമാണ്, ഇതിലൂടെ ക്യാഷ് ലഭിച്ചതാണ്. ഇനി എന്താണ്? പർച്ചേസ്, ക്യാഷ് അങ്ങോട്ട് കൊടുക്കാണ്. രവിക്ക് ക്യാഷ് കൊടുത്തു, രവിക്ക് ഇവിടെ ക്യാഷ് കൊടുത്തു. സാലറി ശമ്പളം ക്യാഷ് കൊടുക്കുന്നു. റെന്റ് ക്യാഷ് കൊടുക്കുന്നു. ഡ്രോവിങ്സ് ക്യാഷ് കൊടുക്കുന്നു. പോസ്റ്റേജ് ക്യാഷ് കൊടുക്കുന്നു. ഇതൊക്കെ പേയ്മെന്റുകളാണ്. ക്യാഷ് കൊടുക്കുന്നതാണ് ക്രെഡിറ്റിൽ എഴുതുന്നത്, ക്യാഷ് ലഭിക്കുന്നതാണ് ഡെബിറ്റിൽ എഴുതുന്നത്. അതെന്ത് ചെയ്യണം? നിങ്ങളൊരു പൊതുവായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എത്തണം. ഇനി ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അപ്പം ജേണലിലുള്ള ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും ഇതിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു അക്കൗണ്ട്, ഈ ലെഡ്ജർ അക്കൗണ്ട്, ഈ ഒരു ക്യാഷ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? അത് നിങ്ങൾ എന്ത് ചെയ്യാം? ഡെബിറ്റ് സൈഡ് മൊത്തം എന്ത് ചെയ്യാം? കൂട്ടി നോക്കാം. ഡെബിറ്റ് സൈഡ് മൊത്തം ആണ് നിങ്ങൾ ആഡ് ചെയ്യുക. ആ ഡെബിറ്റ് സൈഡ് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 21,550 എന്ന് കിട്ടും. 21,550 എന്നത് നിങ്ങൾക്ക് ഈ ഡെബിറ്റ് സൈഡിൽ ആൻസർ ലഭിക്കും. ഇനി നിങ്ങൾ എന്താണ് ഇവിടെ മൊത്തം ചെയ്യാൻ നിങ്ങൾ കൂട്ടി നോക്കാം. ഈ ക്രെഡിറ്റിലുള്ള മുഴുവൻ അക്കൗണ്ട് ചെയ്യാം, എമൗണ്ടുകൾ എന്ത് ചെയ്യാം? നിങ്ങൾ കൂട്ടി നോക്കി കഴിഞ്ഞാൽ 13,750 എന്നത് നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഒരു സൈഡ് കൂടുതലാണ്, ഇവിടെ ഡെബിറ്റ് സൈഡ് കൂടുതലാണ്, ക്രെഡിറ്റ് സൈഡ് കുറവാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ടോട്ടൽ ആക്കി എന്ത് ചെയ്യാം? നിങ്ങൾ കുറച്ച് താഴെ ടോട്ടൽ ആക്കി എന്ത് ചെയ്യാം? എഴുതാം. ടോട്ടൽ ഈ ടോട്ടല് വരുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ വലിയ സൈഡിലെ സംഖ്യയിലെ വലിയ എമൗണ്ട് ഇല്ലേ, ഈ വലിയ എമൗണ്ട് ആയിരിക്കും രണ്ടിന്റെയും ടോട്ടൽ ആയിട്ട് വരുന്നത്.
വലിയ എമൗണ്ട് എത്രയാണ്? 21,550 ആണ്. അത് രണ്ടിനും ടോട്ടൽ ആക്കി കൊടുക്കുക. 21,550 അതുപോലെ 21,550 രണ്ടിന്റെയും ടോട്ടൽ ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളത് എഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറക്കുക. മീൻസ് വലിയ സംഖ്യ എത്രയാണ്? 21,550 മൈനസ് 13,750 എന്ത് ചെയ്യാം? അങ്ങനെ ഇത് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 7,800 എന്നെന്ത് ചെയ്യും? ആൻസർ ലഭിക്കും. ഇവിടെ 7,800 എന്നെന്ത് ചെയ്യും? ആൻസർ ലഭിക്കും. അതായത് ഇതിന്റെ ടോട്ടൽ 21,550 ആണ്. ഇതിന്റെ ടോട്ടൽ എത്രയാണ്? 13,750 ആണ്. 21,550 നിന്നും 13,750 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7,800 എന്ന് ലഭിക്കും. ഈ സംഖ്യ നിങ്ങൾ എഴുതേണ്ടത് കുറവുള്ള സൈഡ് ഏതാണോ ആ സൈഡിലേക്കാണ് നിങ്ങൾ ഈ സംഖ്യ എഴുതേണ്ടത്. ഇവിടെ ക്രെഡിറ്റിലാണ് കുറവ്, അവിടെ 13,000 മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സംഖ്യ ക്രെഡിറ്റിലേക്ക് എഴുതി. ഇനി എന്താണ്? ഇതിനെ വിളിക്കുന്ന പേരാണ് 31 ഡിസംബർ എന്ത് ചെയ്യുക? ആ മാസത്തെ അവസാനത്തെ ഡേറ്റ് കൊടുത്തിട്ട് ബാലൻസ് ക്യാരി ഡൗൺ. ഇതാണ് ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് CBRD എന്ന് പറയും, അല്ലെങ്കിൽ ബാലൻസ് ക്യാരി ഡൗൺ. എത്രയാണ്? 7,800 ആണ്. ഇതാണ് ഈ ഒരു അക്കൗണ്ടിന്റെ ആൻസർ, 7,800. ഇത് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കണം. ക്ലിയർ ആയല്ലോ? ബാലൻസ് ക്യാരി ഡൗൺ 7,800 രൂപ. ഇതിന്റെ അർത്ഥം എന്താണ്? ബിസിനസിന്റെ കയ്യിൽ ഇപ്പോൾ 7,800 രൂപ ബിസിനസിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ്. അതായത് മൊത്തം ലഭിച്ച ക്യാഷിൽ നിന്നും ഇത്രയും ചെലവാക്കി ബാക്കി ഇനിയും 7,800 രൂപ ബിസിനസിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് വേഗം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ലെഡ്ജറുകളും നമ്മൾ പ്രത്യേകം എന്താണ് സെപ്പറേറ്റ് തയ്യാറാക്കുന്നത്. ഇവിടെ ക്യാഷിന്റെ സ്വഭാവത്തിലുള്ള എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഇവിടേക്ക് പോസ്റ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇനി എന്ത് ചെയ്യണം? ഈ 7,800 രൂപയെ അടുത്ത മാസം 1-ാം തീയതിയിലേക്ക് എന്ത് ചെയ്യണം? ബ്രോ ഡൗൺ ചെയ്യണം. അടുത്ത മാസം എന്നാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ് 1-ാം തീയതിക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ബ്രോ ഡൗൺ. അതായത് ഇവിടെ ഇവിടെ നിന്നാണ് ഇത് ക്രെഡിറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ബ്രോ ഡൗൺ ചെയ്യേണ്ടത്. ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്തു 7,800 രൂപ. ഇവിടെ ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ ക്രെഡിറ്റിലേക്ക് എന്ത് ചെയ്യും? ബ്രോ ഡൗൺ ചെയ്യും. ഇതാണ് ക്യാഷ് അക്കൗണ്ട്. ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒന്നാമത്തെ അക്കൗണ്ട് ആണ് ക്യാഷ് അക്കൗണ്ട്. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് എന്താണ്? 2 എന്നുള്ള നമ്പർ ജേണൽ ഫോളിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. ലെഡ്ജർ ഫോളിയോയിൽ 2 ക്യാപിറ്റലാണ്, ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. ഇവിടെ ക്യാപിറ്റൽ എന്നുള്ളത് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് ഉള്ള ക്യാഷ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ക്യാഷ് ജൂലൈ 1 ക്യാഷ്. ഇവിടെ ക്യാഷ് ക്രെഡിറ്റിലാണ് റെക്കോർഡ് ചെയ്തത്, കാരണം ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ്. എമൗണ്ട് എത്രയാണ്? 15,000, 15,000 രൂപ. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ്? ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് ആകെ ഒരു ട്രാൻസാക്ഷൻ മാത്രമാണ് ഉള്ളത്. ഇനി വേറെ ട്രാൻസാക്ഷൻ എന്താണ്? ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ ട്രാൻസാക്ഷൻ ഇല്ല. അതുകൊണ്ടെന്നാണ് ഇതിവിടെ ടോട്ടൽ ചെയ്യാം. ഈ ഒരു കോളം മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 15,000 രൂപയാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, 15,000 രൂപയാണ്. ക്ലിയർ ആയല്ലോ? ഇനി എന്ത് ചെയ്യാം? അവിടെ അല്ലേ, ഇവിടെ ഇപ്പൊ 0 ആണ്. ഇവിടെ ആകെയുള്ള എമൗണ്ട് എത്രയാണ്? 0 ആണ്. അതെന്ത് ചെയ്യാം? അതുകൊണ്ട് വലിയ എമൗണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെയും ടോട്ടൽ ആക്കി എഴുതാം, 15,000. ഇനി ചെയ്യേണ്ടതെന്നാണ്, ഇപ്പൊ ഇവിടെ 0 അല്ലേ? ഇവിടെ വലിയ എമൗണ്ട് എത്രയാണ്? 15,000 ആണ്. ചെറിയ എമൗണ്ട് 0 ആണ്. 15,000 നിന്നും 0 എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 15,000 മൈനസ് 0 എത്രയാണ്? 15,000 തന്നെയാണ്. 15,000. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇതാണ് ബാലൻസ് ക്യാരി ഡൗൺ.
ഇതാണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ. ഇതിന് ഡേറ്റ് എന്താണ്? ആ മാസത്തെ അവസാനത്തെ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. 31 ജൂലൈയിലാണ് ബാലൻസ് ക്യാരി ഡൗൺ 15,000 രൂപ. ഇനി എന്ത് ചെയ്യണം? ഇത് ഡെബിറ്റ് സൈഡിലല്ലേ, ഇത് അടുത്ത മാസം 1-ാം തീയതിയിലേക്ക് എന്ത് ചെയ്യണം? ഇതിനെ ബ്രോ ഡൗൺ ചെയ്യണം. അപ്പൊ എന്താണ്? ഇവിടെ ജൂലൈ കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 1 ബാലൻസ് ബ്രോ ഡൗൺ. ബാലൻസ് ബ്രോ ഡൗൺ എമൗണ്ട് എത്രയാണ്? 15,000 രൂപ. അപ്പൊ ഇവിടെ വരുന്ന ഈ ഒരു സംഖ്യയാണ് ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്യേണ്ടത്, 15,000 രൂപ. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ആണെന്ത്? മൂന്നാമത്തെ ലെഡ്ജർ ആണ് പർച്ചേസ്. കണ്ടോ നിങ്ങള്? പർച്ചേസിന്റെ നേരെ 3 എന്ന് ലെഡ്ജർ ഫോളിയോ ആ ഒരു കോളത്തിൽ 3 എന്ന് ഇട്ടുണ്ടാവും. അതെന്താണ്? മൂന്നാമത്തെ ലെഡ്ജർ ആണ് പർച്ചേസ്. ഇവിടെ പർച്ചേസ് അക്കൗണ്ട്, ഹെഡിങ് പർച്ചേസ് അക്കൗണ്ട്. ഞാൻ എൻട്രി നോക്കുക. എൻട്രി എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ പർച്ചേസ് എന്നുള്ളത് ഡെബിറ്റ് ആണ്. പർച്ചേസ് എന്നുള്ളത് എന്താണ്? ഡെബിറ്റ് ആണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു, ഓപ്പോസിറ്റ് ഉള്ള ക്യാഷ് ആണ് എഴുതുന്നത്, ടു ക്യാഷ്. ടു ക്യാഷ്. ഡേറ്റ് എന്നാണ്? ഡേറ്റ് ജൂലൈ 2-ാം തീയതിയാണ്. ടു ക്യാഷ്. എമൗണ്ടോ 5,600 5,600 രൂപ. ഇതാണ് പർച്ചേസിലെ ഫസ്റ്റ് പോസ്റ്റിംഗ്. ഇനി അക്കൗണ്ടിലേക്ക് എന്നാണ്? പർച്ചേസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പർച്ചേസുമായി എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടോ ചെക്ക് ചെയ്യാം. ജൂലൈ 10 നോക്കുക. ജൂലൈ 10 അവിടെ പർച്ചേസ് ഉണ്ട്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു രവി. ഇവിടെയും പർച്ചേസ് എന്നാണ്, ഡെബിറ്റ് ആണ്. അതുകൊണ്ട് പർച്ചേസിന് ഡെബിറ്റിലാണ് എഴുതേണ്ടത്. ജൂലൈ 10 ടു രവി, ഓപ്പോസിറ്റ് ഉള്ള രവി എന്നാണ് ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 2,400 രൂപ. 2,400 രൂപയാണ്. 2,400 രൂപ. ഇനി നിങ്ങൾ നോക്കുക, പർച്ചേസ് എവിടെയെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യുക. അതായത് 3 എന്ന് എഴുതിയ ലെഡ്ജർ ഫോളിയോയിൽ എന്താണ്? 3 എന്ന് എഴുതിയ നമ്പർ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. വേറെ ഇല്ല. അത് ആ 2 ട്രാൻസാക്ഷൻ മാത്രമാണ് ഉള്ളത്. ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവിടെ നേരെ ടോട്ടൽ ചെയ്യാം. ഇപ്പൊ 2,400 പ്ലസ് 5,600 എമൗണ്ട് എത്രയാണ്? 8,000 രൂപയാണ്. 8,000 രൂപ. അതേ എമൗണ്ട് എന്ത് ചെയ്യാം? ഇവിടെയും കൊടുക്കുക, 8,000 രൂപ. ഇനി എന്താണ്? ഇവിടുത്തെ എമൗണ്ട് എത്രയാണ്? 0 ആണ്. ഇനി 8,000-ൽ നിന്നും 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലഭിക്കും? 8,000 എന്ന് ലഭിക്കും. 8,000 കണ്ടോ നിങ്ങൾ? 8,000. ഇതാണ് ഈ മാസത്തെ അവസാനത്തിൽ എന്ത് ചെയ്യുക? ബാലൻസ് ക്യാരി ഡൗൺ. ഇതിനാണ് ബാലൻസ് ക്യാരി ഡൗൺ. എത്രയാണ്? 8,000 രൂപ. ഈ 8,000 രൂപ അത് നേടണം അടുത്ത മാസം 1-ാം തീയതി, ആദ്യം ഓഗസ്റ്റ് 1-ാം തീയതി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്യണം. ബാലൻസ് ബ്രോ ഡൗൺ എത്രയാണ്? 8,000 രൂപ. ക്ലിയർ ആയല്ലോ? ഇവിടെയുള്ള സംഖ്യയാണ് ഇവിടേക്ക് ബ്രോ ഡൗൺ ചെയ്യേണ്ടത്. ഇവിടെ മാസത്തിന്റെ അവസാനത്തിൽ ക്യാരി ഡൗൺ C/D ആണ്. 1-ാം തീയതി എന്ത് ചെയ്യണം? ബ്രോ ഡൗൺ ആണ്, B/D ആണ്. അതെന്ത് ചെയ്യണം? പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്താണ്? മൂന്നാമത്തെ ലെഡ്ജർ കംപ്ലീറ്റ് ചെയ്തു. ഇനി 4-ാമത്തെ ലെഡ്ജർ ആണ്. നിങ്ങൾ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നോക്കുക. അവിടെ 4-ാമത്തെ ലെഡ്ജർ എന്താണ്? ഗോപാലാണ്. നമ്മുടെ ഹെഡിങ് കൊടുത്തു, ഗോപാൽ അക്കൗണ്ട്. അപ്പം ആ ഒരു എൻട്രി എന്നാണ് വരുന്നത്? ജൂലൈ 4-നാണ് എൻട്രി വരുന്നത്. ജൂലൈ 4-ന്റെ എൻട്രി എന്താണ്? ഗോപാൽ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഇവിടെ ഗോപാൽ എന്നുള്ളത് ഡെബിറ്റ് ആണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു ടു സെയിൽസ്. ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു ടു സെയിൽസ്. ഡേറ്റ് എന്നാണ്? ജൂലൈ 4 ആണ്. ജൂലൈ 4. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 3,100 രൂപ. 3,100 രൂപയാണ് എമൗണ്ട്. ഇനി ഗോപാലുമായി ബന്ധപ്പെട്ട 4-ാമത്തെ ലെഡ്ജർ ഇനി ഉണ്ടോ എന്ന് എന്ത് ചെയ്യാം? ലെഡ്ജർ ഫോളിയോ കോളത്തിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ചെക്ക് ചെയ്താൽ ഇനി 4-ാമത്തെ നമ്പർ വേറെ ഉണ്ടോ ചെക്ക് ചെയ്യാം. ഇനി 4-ാമത്തെ നമ്പർ എന്താണുള്ളത്? ജൂലൈ 20. ജൂലൈ 20 എന്താണ്? ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. എന്താണ് ട്രാൻസാക്ഷൻ?
ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഗോപാൽ. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഗോപാൽ എന്നാണ്. ഇവിടെ ഗോപാൽ ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഡേറ്റ് എന്നാണ്? ജൂലൈ 20. ജൂലൈ 20. ക്യാഷ് എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 1000 അല്ല, 1600. 1600 രൂപയാണ്. ഗോപാല് 1600 രൂപ ഗോപാലിന് കൊടുത്തു എന്നാണ്. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഗോപാൽ. ഇപ്പോൾ ഗോപാലിന്റെ അക്കൗണ്ടിൽ എന്താണ്? ക്യാഷ്. ഗോപാൽ എന്നുള്ളത് ഇവിടെ ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റിൽ ക്യാഷ് എന്ന് എഴുതി. അപ്പോൾ ഗോപാലിന് അത്രയും ക്യാഷ് കിട്ടി എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. 600, അതായത് 3100 രൂപക്ക് സാധനം വിറ്റപ്പോൾ അയാൾ 20-ാം തീയതി 1600 രൂപ അതിലേക്ക് 1600 തന്നു. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഗോപാലുമായി ബന്ധപ്പെട്ട് 4ാമത്തെ ലെഡ്ജർ അല്ലേ? ഇനി 4ാമത്തെ ലെഡ്ജർ ഉണ്ടോ? ഇല്ല. ആകെ 4ാമത്തെ ലെഡ്ജർ 2 മാത്രമേ ഉള്ളൂ. 2 എൻട്രികളും ഇവിടേക്ക് പോസ്റ്റ് ചെയ്തു. ഇനി എന്താണ്? ഇത് ബാലൻസ് ചെയ്യാം. ഇത് മൊത്തം ഇറ്റ് സൈഡ് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 3100 ആണ് ആൻസർ. 3100. ഈ വലിയ ടോട്ടൽ ഇല്ലേ? ഈ വലിയ ടോട്ടൽ എന്ത് ചെയ്യാം? ഇവിടേക്കും എഴുതാം 3100, കാരണം ഇവിടെ ചെറിയ സംഖ്യയാണല്ലോ. ഇനി 3100-ൽ നിന്നും എന്ത് ചെയ്യാം? 1600 മൈനസ് ചെയ്യാം. ഈ 3100-ൽ നിന്നും ഇവിടെ 1600 മാത്രമേ ഉള്ളൂ. 1600 എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഈ 3100-ൽ നിന്നും 1600 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 1500 രൂപയാണ്. ഈ 1500 രൂപ എന്നാണ് ബാലൻസ് ക്യാരിങ് ഡൗൺ. ബാലൻസ് ക്യാരിങ് ഡൗൺ ഇത് ജൂലൈ 31 ആണ്. ജൂലൈ 31 ബാലൻസ് ക്യാരിങ് ഡൗൺ 1500 രൂപ. ഈ 1500 രൂപയെ അടുത്ത മാസം 1-ാം തീയതി, അതായത് ഓഗസ്റ്റ് 1-ലേക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ബ്രോഡൗൺ. എത്രയാണ്? 1500 രൂപ. അതായത് ഈ ബാലൻസ് ക്യാരിങ് ഡൗൺ ആണ് ഇങ്ങോട്ട് നമ്മളെന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രോഡൗൺ ചെയ്യേണ്ടത്. 1500 രൂപ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എപ്പോഴും ബ്രോഡൗൺ ചെയ്യേണ്ടത്. ഇനി 5ാമത്തെ ലെഡ്ജർ ആണ്. സെയിൽസ് അക്കൗണ്ട്. 4 ലെഡ്ജർ കംപ്ലീറ്റ് ചെയ്തു. ഇനി 5ാമത്തെ ലെഡ്ജർ ആണെന്ത്? സെയിൽസ് അക്കൗണ്ട്. ഈ സെയിൽസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രി എന്താണ് നോക്കുക. നിങ്ങൾ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ എന്താണ് 5 എന്ന നമ്പർ നോക്കുക. 5 എന്നാണ്. ഇവിടെ ജൂലൈ 4-ന് ഒരു എൻട്രി ഉണ്ട്. ഗോപാൽ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് എന്നാണ്. ഗോപാൽ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. ഇവിടെ സെയിൽസ് ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് സെയിൽസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗോപാൽ. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 3100 രൂപ. 3100 രൂപ. ഗോപാൽ 3100 രൂപ. ഇന്നാണ് ഡേറ്റ് 4-ാം തീയതി. 4-ാം തീയതിയാണ് ഡേറ്റ്. ഇനി സെയിൽസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാം. ജൂലൈ 12 ഉണ്ട്. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. ഇവിടെ സെയിൽസ് ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ നിന്നാണ് ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുന്നു. ക്യാഷ് അക്കൗണ്ട്. ഡേറ്റ് എന്നാണ്? 12. എമൗണ്ട് 2500. ഡേറ്റ് 12, എമൗണ്ട് 2500. ഇതാണ് ക്യാഷ് ആണ്. 12-ാം തീയതി ക്യാഷ് അക്കൗണ്ട്. ഇനി എന്താണ് 5ാമത്തെ അക്കൗണ്ട്? ഏതാണ്? 15-ാം തീയതി റാഷിദ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. അവിടെയും സെയിൽസ് എന്നാണ്, ക്രെഡിറ്റ് ആണ്. റാഷിദ് 15 റാഷിദ്. 15-ാം തീയതി റാഷിദ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 2400 രൂപ. 2400 രൂപയാണ്. ഇനി സെയിൽസ് അക്കൗണ്ട് ഇല്ല. സെയിൽസ് അക്കൗണ്ടിൽ 3 ട്രാൻസാക്ഷൻ ആണ്. സെയിൽസുമായി ബന്ധപ്പെട്ടത് 3 എൻട്രികളാണുള്ളത്. 3 എൻട്രികൾ എന്നാണ് പോസ്റ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? 2 സൈഡും കൂട്ടാം. കൂടുതലുള്ള സൈഡിൽ തന്നെ അത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എമൗണ്ട് എത്ര ലഭിക്കും?
8,000 എന്ന് ലഭിക്കും. 8,000 രൂപ. 8,000 രൂപയുടെ സെയിൽസ് ആണ് ഈ ഒരു മാസത്തിൽ നടന്നിട്ടുള്ളത്. എന്ത് ചെയ്യാം, ഈ 8,000 എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുത്തെ ടോട്ടലാക്കി 8,000 എഴുതുക. 8,000 ഇനി ഇവിടെ 0 അല്ലേ, 8,000 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ക്യാരി ഡൗൺ. 8,000 രൂപ. അതായത് ഓഗസ്റ്റ് 31. ഇനി എന്താണ്, ഈ 8,000 രൂപയെ അടുത്ത മാസം 1 എന്ത് ചെയ്യണം, ബ്രോ ഡൗൺ ചെയ്യണം. ജൂലൈ ഓഗസ്റ്റ് 1 ബാലൻസ് ബ്രോ ഡൗൺ. 8,000 രൂപ. ഇവിടെ ടോട്ടൽ എത്ര അക്കൗണ്ട്സുകൾ ചെയ്യാനുണ്ട്? 12 അക്കൗണ്ട്സുകൾ ചെയ്യാനുണ്ട്. അതിൽ 5 എണ്ണം ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ബാക്കി വരുന്ന 7 അക്കൗണ്ട്സുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് വർക്കുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് എങ്ങനെയാണ് ജേണല് അതുപോലെ എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് മാറേണ്ടതാണ്. അപ്പോൾ ഒരുപാട് വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പ്രാക്ടീസിലൂടെയാണ് ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടി ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്.